നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം കൊലപാതകം. പ്രതി കുഞ്ഞിന്റെ അമ്മയുടെ പങ്കാളി. അത് മതി. അപ്പൊ ഈ കിടക്കനായിട്ട് എനിക്ക് ചെയ്യാല. ഞാൻ രാവിലെയാണ് ഒരു വാർത്ത അറിയുന്നത്. ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മയെ നമ്മളൊക്കെ വിളിക്കാൻ പറ്റത്തില്ല. നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കുവാനാണ് പുല്ല്. ഒരു സ്ത്രീയും 2ാം ഭർത്താവും ചേർന്ന് കൊന്നെന്നുള്ള വാർത്ത ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു? ആ കുഞ്ഞിന്റെ വീഡിയോ ഞാൻ രാവിലെ കണ്ടു. 2 കൈയും അവരുടെ 2 കൈ ഒടിഞ്ഞിട്ട് എന്ത് വേദന തിന്നായിരിക്കും ആ കുഞ്ഞ് മരിച്ചത്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ലാതെ ആ കുഞ്ഞിന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ എന്നൊരൊറ്റ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ ക്രൂരകൃത്യ കൃത്യം ചെയ്ത അവൾക്കും അവനും ഈ എന്താ പറയാ ഏറ്റവും ശിക്ഷ തന്നെ വാങ്ങിക്കിട്ടട്ടെ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ദൈവത്തിന്റെ കോടതിയിൽ ഇവരെ എന്തായാലും വെറുതെ വിടത്തില്ല. ഞാനത് എനിക്ക് കുഞ്ഞിന്റെ എന്ത് വേദന എടുത്തായിരിക്കും മരിച്ചത്. ഞാനത് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല സത്യമായിട്ട്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ക്രൂരത ആരോടും വരുത്താതിരിക്കട്ടെ. എനിക്ക് സത്യമായിട്ടും ദൈവസത്യമായിട്ടും എനിക്ക് സങ്കടമാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. തൂക്കിയല്ലോ നാഥാ. അയ്യോ കുഴപ്പമായി. ഓടിയാലോ? വേണ്ട, അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല, നിന്നെ പറ്റി. ആ കുഞ്ഞിന്റെ വീഡിയോ ഞാൻ രാവിലെ കണ്ടു. 2 കൈയും അവരുടെ 2 കൈ ഒടിഞ്ഞിട്ട് എന്ത് വേദന തിന്നായിരിക്കും ആ കുഞ്ഞ് മരിച്ചത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. അല്ലാണ്ട് ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ക്രൂരത ആരോടും വരുത്താതിരിക്കട്ടെ. എനിക്ക് സത്യമായിട്ടും ദൈവസത്യമായിട്ടും എനിക്ക് സങ്കടമാണ്. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ 2 പേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നു? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. വൈകിട്ടല്ലോ ഒരു ടൈമുണ്ട്, ആ ടൈമിലല്ലോ എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.